2023 അവസാനിച്ചു. 2024 നമ്മൾ കയറിക്കഴിഞ്ഞു. ഈ വർഷം എങ്ങനെ നമുക്ക് നല്ലൊരു സക്സസ് ഇയർ ആക്കി മാറ്റാം എന്നുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കാറുണ്ട്. എന്നാൽ ആ എടുത്ത ഡിസിഷൻസ് വീണ്ടും അടുത്ത വർഷം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കാറാണ് പതിവ്. സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവരുത് നമ്മുടെ 2024. ഇതൊരു സക്സസ്ഫുൾ ഇയർ ആക്കി തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. കഴിഞ്ഞു പോയ ഇയറിൽ നമുക്ക് 2023 എന്തെങ്കിലും ഫോൾട്ടുകളോ ഫെയിലിയേഴ്സോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ആക്കി അതൊരു ട്രെയിനിങ് ആയിട്ട് 2024 അതിലും മികച്ച റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്, നെഗറ്റീവ് തോട്ടുകളെ ഒഴിവാക്കുക. റിമൂവ് ഓൾ യുവർ നെഗറ്റീവ് തോട്ട്സ്, ദെൻ ഓൺലി യു ക്യാൻ സക്സസ്. ഈ നെഗറ്റീവ് തോട്ടുകൾ വരുന്തോറും കൂടുതൽ നമ്മളെ ഫെയിലിയേഴ്സിക്ക് തന്നെയാണ് അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയമില്ല. നമ്മൾ നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിൻ്റെ റിസൾട്ട് നമ്മളിങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് സൈക്കോളജി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഒഴിവാക്കിയാൽ തന്നെയാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് ഒഴിവാക്കുക. വെറുതെ കുറേ നെഗറ്റീവ് ഒഴിവാക്കി എന്നുള്ള അതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും സക്സസ് ആകാൻ പറ്റില്ല. നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കി ആ സ്ഥാനത്ത് നമുക്ക് പുതിയ ഡിസിഷൻസ് മേക്ക് ചെയ്യണം. അതായത് പുതിയതായിട്ട് നമ്മൾ ഇനി 2024 അതായത് 2024 നമ്മൾ എന്തെല്ലാം ചെയ്യും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിൽ പ്രധാന ഒരു ഘടകം തന്നെയാണ് കേട്ടോ ഡ്രീംസ് ഉള്ളത്. ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ഡ്രീംസൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള ബൂസ്റ്റപ്പ് നമ്മൾ ഉണ്ടാക്കുക. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. എന്തായാലും നമുക്ക് റിസൾട്ട് 2024 കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2024 നമ്മൾ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് അതിനനുകൂലമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിചാരിച്ച് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറേ ഡിസിഷൻസ് എടുത്തു, അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഒഴിവാക്കി പോസിറ്റീവ്സ് റീപ്ലേസ് ചെയ്തു. അങ്ങനെ കുറേ നമ്മൾ ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ അതിന് പറ്റിയ സൈക്കോളജിയിലെ ഏറ്റവും നല്ലൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എക്സസൈസ് ഏതാണെന്നറിയോ? ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ഹെൽത്തിന് കിട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ മാക്സിമം മോർണിംഗിൽ നമ്മൾ എണീച്ച ഉടനെ നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു എൻവിറോൺമെൻറ്റൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയിരുന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടാറുണ്ട്. മിനിമം ഒരു 25 ബ്രീത്തിങ് എക്സസൈസെങ്കിലും മിനിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യരുത്. ഓപ്പൺ എയർ സർക്കുലേഷൻ ഉള്ള ഒരു എൻവിറോൺമെൻറ്റൽ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഒന്നും കൂടി ഈ ഒരു ഇയറിൽ ഇമ്പ്രൂവ് ആക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ ആ വിചാരിച്ച ആ ഒരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ഡ്രീം സെറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യം മാത്രം നിർവഹിച്ചിട്ട് ബാക്കിയുള്ള അതിനുള്ള എഫേർട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റോ നമ്മൾ കാണിക്കാതായിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള ഒരു 3 ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഓവറാക്കി ലാഗ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസും സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് 2024 ഒരു സക്സസ്ഫുൾ ലൈഫായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.